നമ്മൾ ഇന്ന് ഇന്ത്യൻ നിർമ്മിത ഒരു വാട്സപ്പിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു കാണും അട്ടാറൈ ആപ്പ്. ഈ അട്ടാറൈ ആപ്പ് പല പേരുകൾ, ഇപ്പോൾ മലയാളത്തിൽ വരുമ്പോൾ ഒരു തമിഴ് വംശജനായ ഒരാളാണ് ഇത് കണ്ടുപിടിച്ചത്. ശ്രീധർ വെമ്പു എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇതിൻ്റെ സൃഷ്ടാവ്. അപ്പോൾ ഇത് ഇന്ത്യൻ നിർമ്മിത ആപ്പാണ്. ഇത് ഞാൻ എൻ്റെ ഫോണിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി. വളരെ നല്ല ഒരു പെർഫോമൻസ് ആണ് ഈ ആപ്പ് നൽകുന്നത്. മാത്രമല്ല, നമ്മുടെ വാട്സപ്പിൽ ഇല്ലാത്ത പല ഫീച്ചറുകളും ഈ അട്ടാറൈ ആപ്പിൽ ഉണ്ട്. അതായത് അതിൻ്റെ മെയിൻ ഒരു ഫീച്ചറാണ് ഇതിൻ്റെ പോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ. ഇതിനകത്ത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, മറ്റുള്ള നമ്മുടെ പേഴ്സണൽ മെസ്സേജുകൾ, ചാറ്റ് എല്ലാം സേവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഈ ഡോട്ട് ലൈൻസിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമുക്കിതിനകത്ത് ഫോട്ടോ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വാട്സപ്പ് പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് സേവ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മെയിൻ ഒരു ഫീച്ചർ ഇതിനകത്ത് മീറ്റിങ്സ്, നമുക്ക് പല മീറ്റിങ്സുകൾ നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതുണ്ട് മീറ്റിങ്സ്. ഇതിനകത്ത് മീറ്റിംഗ് നൗ എന്നുള്ള ഒരു ഫീച്ചർ വാട്സപ്പിൽ ഇല്ലാത്ത ഒരു ഫീച്ചറാണ്. നമ്മൾ ഈ പറഞ്ഞ സൂം മീറ്റിങ്ങും മറ്റുമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ആപ്പാണ്. ഇതിനകത്തെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ നിർമ്മിത ആപ്പ് ഇത് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. ഇതിനകത്ത് സേഫ്റ്റിയും സെക്യൂരിറ്റിയും കൂടുതലായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ വാട്സപ്പിനെ അപേക്ഷിച്ചിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഇതിൻ്റെ സെർവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാൽ നമ്മുടെ ഡേറ്റ വേറെ എങ്ങും പോവുകയില്ല. വാട്സപ്പിലാണെങ്കിൽ നമ്മൾ അമേരിക്കൻ കമ്പനികളും ഒക്കെയാണ് നമ്മളിവിടെ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവിടെയാണ് പോകുന്നത്. അവർ ഇത് പല പ്രൈവറ്റ് പ്ലാറ്റ്ഫോമിലും ഇവർ ഈ ഡേറ്റ ഈ പറഞ്ഞ പോലെ ട്രേഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ആപ്പായ അട്ടാറയിൽ അവരുടെ പ്രയോറിറ്റി തന്നെ പറയുന്നത് ഇവരൊരു കാരണവശാലും ഇത് പുറത്ത് കൊടുക്കില്ല, ഇവരത് പ്രൈവസി എപ്പോഴും കീപ്പ് ചെയ്യും എന്നുള്ളതാണ് ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകത. അത് മാത്രമല്ല, സോഹോ കോർപ്പറേഷൻ്റെ കീഴിലാവുന്നത് കൊണ്ട് വളരെ മികച്ച മെയിൻ്റനൻസും പെർഫോമൻസും ആണ് ഈ ആപ്പിന് അവർ കൊടുക്കുന്നത്. ഇപ്പോൾ സോഹോ കോർപ്പറേഷൻ്റെ കീഴിൽ പല കാര്യങ്ങളും ഇപ്പോൾ ഉടനെ വരുന്നതാണ്. അതായത് നമ്മൾ ഈ ഗൂഗിൾ പോലെ തന്നെ ഉല എന്ന് പറഞ്ഞ ഒരു ബ്രൗസർ അവർ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കിടങ്ങന്നൂർ CSC സെൻറ്ററിലാണെങ്കിലും നമ്മളിപ്പോൾ ആ ബ്രൗസറിലൂടെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഇന്ത്യൻ നിർമ്മിതമായ ഈ ആപ്പും അവരുടെ ഓരോ പ്രൊഡക്റ്റുകളും, ഇപ്പോൾ ഇവരുടെ തന്നെ ഇപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ എക്സൽ, വേർഡ്, പവർ പോയിൻ്റ് തുടങ്ങിയവ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന മറ്റുള്ള രാജ്യങ്ങൾക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ നിർമ്മിതമായ ഉല ബ്രൗസറിലും ഈ പറഞ്ഞ അട്ടാറൈ ആപ്പിലും മറ്റും, അതുപോലെ തന്നെ ഇവരുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഈ സ്പ്രെഡ്ഷീറ്റ്, മറ്റുള്ള നമ്മൾ എക്സൽ, വേർഡ് എല്ലാം മറ്റുള്ളത് ചെയ്യുന്നതിലുപരി ഒരു സെക്കൻഡറി ഓപ്ഷൻ പോലെ നിങ്ങൾ ആദ്യം ഇതൊന്ന് ചെയ്ത് നോക്കുക. പിന്നീട് നമ്മൾ മറ്റുള്ള ഈ വിദേശികളെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഇന്ത്യൻ നിർമ്മിതമായ ഈ കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് വികസനവും നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലിയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമ്മുടെ രാജ്യത്ത് തന്നെ കിട്ടും. അപ്പോൾ ഈ ആപ്പും ഈ പറഞ്ഞ ഇവരുടെ പ്രൊഡക്ട്സും, അതായത് നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്ട്സ്, അത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾ വിചാരിക്കും, എടാ ഇത് ഉപയോഗിച്ചാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ, കാര്യം വരുമോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് വാട്സപ്പ് വന്നപ്പോൾ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ അതിലില്ലാത്ത പല ഫീച്ചറും ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ തന്നെ ഇതിൽ വന്നപ്പോൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇത് അടക്കി വാഴും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങി UPI കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ത്യൻ നിർമ്മിത ആപ്പിലൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് മറ്റൊരു രാജ്യത്തിലും ഈ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആ ടെക്നോളജിയെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ രാജ്യം ഉറപ്പായിട്ടും ഈ നമ്പർ 1 പോകാൻ എല്ലാ ചാൻസുകളും ഉണ്ട്. അപ്പോൾ അതിന് എല്ലാ ആളുകളും അത് സപ്പോർട്ട് ചെയ്ത് ഈ പറഞ്ഞ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിൽ പങ്കാളികളാകുക. കാരണം എന്ന് പറഞ്ഞാൽ
ഞാനിത് ഉപയോഗിച്ചതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഈ പറഞ്ഞ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഇപ്പം നമ്മൾ ഗൂഗിളിൽ തന്നെ ഉപയോഗിക്കുമ്പോൾ ഹെവി ട്രാഫിക് മൂലം ഈ പല സൈറ്റുകൾ ഓപ്പൺ ആകാനും മറ്റും കുറച്ച് ഡിലേ ആകാറുണ്ട്. പക്ഷെ ഞാൻ ഇവരുടെ ഒല യൂസ് ചെയ്ത സമയങ്ങളിൽ കാണാൻ സാധിച്ചത് വളരെ ക്ലിയറായിട്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഓരോ സൈറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മളത് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അതോടൊപ്പം നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്ട്സിനെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ തന്നെ നിസാര കേസ്, നമ്മൾ ഒരു വണ്ടിയുടെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്റ്റായ നമ്മുടെ ടാറ്റ നാനോ വളരെ ആകർഷകമായ പ്രൈസിങ്ങിൽ നമ്മുടെ ഇന്ത്യയിൽ അത് അവതരിപ്പിച്ചു. പക്ഷേ നമ്മൾ എന്താണ് ചെയ്തത്, നമ്മളത് ആ വണ്ടി അത്ര കാര്യമായിട്ട് അത് എടുക്കാതെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വിദേശ കമ്പനിയിൽ ഒരു MG ഒരു വണ്ടി ഇറക്കിയിട്ടുണ്ട്. അത് 4 പേർക്ക് കഷ്ടിച്ച് പോകാവുന്നതിന് 9 ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ വാങ്ങുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൊഡക്റ്റുകളെ നമ്മൾ മാക്സിമം നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിദേശികൾ നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്ന ഒരു കാലം അധികം വിദൂരമല്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി എല്ലാവരും ഈ ഇന്ത്യൻ ആപ്പ് യൂസ് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.